എല്ലാ നിയമങ്ങൾക്കും യേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. അതിൻ്റെ ടുഡേയ്സ് മെസ്സേജ് ടൈറ്റിൽ വേർപാട് ഇന്ന് അതൊരു കെട്ടുകഥയാണോ? ദാറ്റ്സ് എ ടോപ്പിക് ടുഡേ. വേർപാട് ഈ സെപ്പറേഷൻ എ മിത്ത് ടുഡേ. ദാറ്റ്സ് എ ടോപ്പിക് ടുഡേ. 2 കൊരിന്ത്യർ 6:17 എന്ന് വയ്ക്കാം. 2 കൊരിന്ത്യർ 6:17. 2 കൊരിന്ത്യർ 6:17. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിക്കുകയെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായത് ഒന്നും തൊടരുത്. ആമേൻ. അവരുടെ നടുവിൽ നിന്നും വേർപെട്ട് ഇരിപ്പീൻ എന്ന് പറഞ്ഞു. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വളരെ വ്യക്തമാവണ്ണം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ടൈറ്റിൽ ഉപയോഗിച്ചത്. വേർപാടെന്ന് പറയുന്നത് ഇന്നതൊരു കെട്ടുകഥയായി മാറിയിരിക്കുകയാണോ? ഈസ് സെപ്പറേഷൻ എ മിത്ത് ടുഡേ? നമ്മുടെ നാട്ടിൽ ബ്രദറൻ സമൂഹത്തെ വേർപാട് സഭ എന്നറിയപ്പെട്ടിരുന്നത്. വേർപാട് സഭ. ഓക്കെ, നല്ലത് തന്നെ, സ്തോത്രം. 1 പത്രോസ് 1:16 എന്ന് വായിക്കാം. 1 പത്രോസ് 1:16. 1 പത്രോസ് 1:16. വിശുദ്ധനാകിയാൽ നിങ്ങൾ വിശുദ്ധരായിരിക്കുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഇനി എബ്രായർ 12:14. എബ്രായർ 12:14. എല്ലാവരും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കുവാൻ ഉത്സാഹിക്കുകയും ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ശുദ്ധീകരണം പ്രാപിക്കണമെങ്കിൽ വേർപാട് അനുഷ്ഠിച്ചേ പറ്റുള്ളൂ. പക്ഷേ പറയാം, പഴയകാല ബൈബിൾ രീതിയിൽ തുടരാൻ ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല, നിങ്ങൾക്ക് തീരുമാനിക്കാം. ഓക്കെ, ദൈവം ഇപ്പോഴും ലോകത്തിൽ നിന്ന് വേർപിരിയണമെന്ന് ആവശ്യപ്പെടുന്നു. ലോകത്തിൽ നിന്ന് വേർപിരിയണമെന്ന്. അതുകൊണ്ട് ലോകത്തിൽ നിന്ന് വിട്ടോടി ചൊവ്വാഗ്രഹത്തിൽ ചന്ദ്രനിൽ പോയി താമസിക്കണമെന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ദൈവത്തിൻ്റെ സഹായത്താലും കൃപയാലും നാം ദൈവവചനത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല. അത് ദൈവവചനത്തിൽ വിട്ടുവീഴ്ച നോ, ഹല്ലേലൂയ, ഒക്കത്തില്ല. സ്തോത്രം. So it seems that it is not how far from the world we can stay, but rather how close we can stay and get by. അതാണ് ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ട് സ്തോത്രം, പാപത്തെയും പിശാചിനെയും നമുക്ക് ദഹിപ്പിക്കണം ആ കാര്യത്തിൽ, ഈ വചനം പ്രമാണിച്ചുകൊണ്ട്. So let us scorch sin and the devil. ഹല്ലേലൂയ. അത് സ്തോത്രം. ഒന്നാമതായിട്ട് നമുക്കറിയാം, അത് നമ്മുടെ പ്രവൃത്തികളിൽ വേർപിരിയലിനെയാണ് അത് അർത്ഥമാക്കുന്നത്. നമുക്കറിയാം. ഹല്ലേലൂയ. I expect to stay, as I said, by the old time Bible way. God still demands separation from the world. I don't know how many you agree with me or not. No, you don't have to agree with me. I am saying the word of God. Okay, you can ignore or you can obey or you can agree with the word of God. Hallelujah. As I said, we shall not compromise the word of God. By the help and grace of God. So let us scorch sin and the devil. Hallelujah. അതായത് എന്തെന്ന് വായിക്കും? സോറി, 1 പത്രോസ് 4:4 എന്ന് വായിച്ചു. 1 പത്രോസ് 4:4. 1 പത്രോസ് 4:4. ദുർനടപ്പിന്റെ അതേ കവിച്ചിൽ നിങ്ങൾ അവരോട് ചേർന്ന് നടക്കാതിരിക്കുന്നത് അപൂർവം എന്ന് വെച്ച് അവർ ദുഷിക്കുന്നു. അപ്പോഴേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്.
ദുർനടപ്പിൻ്റെ ആധിക്യത്തിൽ നിങ്ങൾ അവരോട് ചേർന്ന് നടക്കാതിരിക്കുന്നു. നമ്മൾ ഒരു വിശ്വാസിയാണെങ്കിൽ, വേർപാട് അനുഷ്ഠിക്കുന്ന ഒരു വിശ്വാസിയാണെങ്കിൽ, ഇത് ദുർനടപ്പിൻ്റെ, ഞാൻ പറഞ്ഞ വാക്കല്ല, തെറ്റിദ്ധരിക്കരുത്, പത്രോസ് പറഞ്ഞ വാക്കാണ് ഞാൻ പറയുന്നത്. ഇപ്പം ദുർനടപ്പിൻ്റെ ആധിക്യം ലോകത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അത് സഭകളിലും കൂട്ടായ്മകളിലും ഏറെക്കുറെയൊക്കെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ അതൊന്നും വിവരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പത്രോസ് എഴുതിയിരിക്കുന്നത് ദുർനടപ്പിൻ്റെ ആധിക്യത്തിൽ നിങ്ങൾ അവരോട് ചേർന്ന് നടക്കാതിരിക്കുന്നത്. അപ്പം നമ്മൾ കുറേ പേര് ചേർന്ന് നടക്കുന്നില്ല. കുറേ പേര്, ഞാൻ കുറേ പേര് ഓക്കെ, അങ്ങനെ ഞാൻ പറയുന്നുണ്ട്. ബോസ്റ്റൺ സഭയിൽ എല്ലാവരും ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അതായത് അവരോട് ചേർന്ന് നടക്കുന്നില്ല. അപ്പോഴേ ഈ ചേർന്ന് നടക്കാത്തപ്പോഴേ പത്രോസ് പറയാണ്, നടക്കാതിരിക്കുന്നത് അപൂർവമാണ്. അപ്പോൾ എന്ന് വെച്ച് അവർ ദുഷിക്കുന്നു, അവർ നമ്മളെ കളിയാക്കും, അവർ നമ്മളെ വെറുക്കും, അവർ ദുഷിക്കും. അപ്പം നമ്മൾ അവരോട് ചേർന്ന് നടക്കാത്തത് കൊണ്ട് പത്രോസ് പറയാണ്, അവർ നമ്മളെ ദുഷിക്കും. ഓക്കെ, ഇതാണ് നമ്മൾ പത്രോസ് നമുക്ക് തന്നിരിക്കുന്ന അഡ്വൈസ്. മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, സ്തോത്രം, ഹല്ലേലൂയ. അത് നമ്മൾ ഈ അടിസ്ഥാന ഉപദേശങ്ങളെ കുറിച്ച് നമുക്ക് സാമാന്യം അറിവുണ്ടായിരിക്കണം. ഓക്കെ, അടിസ്ഥാന ഉപദേശങ്ങൾ, അതായത് പാപപങ്കിലമായിരിക്കുന്ന ഈ ലൗകികമായ ഭക്ഷണത്തിൽ നിറഞ്ഞതായ എല്ലാറ്റിൽ നിന്നും വേർപെട്ടിരിക്കാതെ വിശുദ്ധ ജീവിതം പ്രായോഗികമാക്കുക അസാധ്യമാണ്. മനസ്സിലാക്കണം. ഹല്ലേലൂയ. അതാണ് ഞാൻ പറഞ്ഞത്. വേർപാടെന്ന് പറയുന്ന കാര്യം ഇപ്പോൾ കേൾക്കാറുണ്ടോ? വേർപാടിൻ്റെ ടൈറ്റിൽ പറഞ്ഞത് ഇന്ന് അതൊരു കെട്ടുകഥയായി മാറിയോ? ഈസ് സെപ്പറേഷൻ എ മിത്ത് ടുഡേ? ഞാനൊരു ലേഖനം എഴുതാനിരിക്കുകയാണ്. ഓക്കെ, ഇതിനെക്കുറിച്ച് മറാത വോയിസിൽ ഓഗസ്റ്റ് എഡിഷനിൽ. ഓക്കെ, സ്തോത്രം. പിന്നെ ഒരു കാര്യം വൈദ്യവേദത്തോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ ടോപ്പിക്കൊക്കെ എടുക്കുന്നത് ചിലപ്പം എല്ലാം ഞാനാണെന്ന് പറയുന്നില്ല. ഈ ടോപ്പിക്കൊക്കെ എടുക്കുന്നത് എല്ലാം എൻ്റെ സൃഷ്ടിയാണെന്ന് ഞാൻ പറഞ്ഞു, എല്ലാം എന്നുമല്ല. പലപ്പോഴും ദൈവാത്മാവ് എന്നെ ബോധ്യപ്പെടുത്തുന്ന ടോപ്പിക്കാണ് എടുക്കുന്നത്. ഇന്നലെയല്ല, മിനിയാന്ന് രാത്രി കിടന്നപ്പോൾ ദൈവാത്മാവ് എന്നെ ഓർപ്പിച്ച ടോപ്പിക്കാണ് ഞാനിപ്പം ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. മനസ്സിലാക്കണം. അല്ലാതെ ഞാൻ എൻ്റെ കെട്ടുകഥയോ അല്ലെങ്കിൽ എൻ്റെ നിർമ്മിതിയോ ഒന്നുമല്ല. എന്നാൽ അങ്ങനെ ഉണ്ടായിട്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. ഓക്കെ, അങ്ങനെയൊക്കെ ഉണ്ട്, അങ്ങനെയുണ്ട്, എല്ലാം പറയണമല്ലോ. പൂർണ്ണതയാണെന്നൊന്നും ഞാൻ പറഞ്ഞു വെക്കുന്നില്ല. പക്ഷേ ദൈവമക്കളൊരു കാര്യം അറിഞ്ഞിരിക്കണം, അത് ഈ ടോപ്പിക്കൊക്കെ വന്ന് ദൈവാത്മാവാണ് സംസാരിച്ചിരിക്കുന്നത്. അപ്പം അപ്പോസ്തലപ്രവൃത്തി 2:40 എങ്ങനെ ഇരിക്കുന്നത്? അപ്പോസ്തലപ്രവൃത്തി 2:40 ഒന്ന് വായിക്കാം. 2:40. മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ രക്ഷിക്കപ്പെടുവീൻ എന്ന് പറഞ്ഞു. രക്ഷിക്കപ്പെടുവീൻ, ദാറ്റ് മീൻസ് വക്രത തലമുറയിൽ നിന്നും വേർപെട്ടിരിപ്പീൻ. പത്രോസിന്റെ പ്രസംഗമാണ് ഈ വക്രതയുടെ തലമുറയിൽ നിന്നും. അപ്പം പെന്തക്കോസ്ത് നാളിൽ പത്രോസ് പ്രബോധിപ്പിച്ച നാളിപ്പം വായിച്ചത്. അപ്പം 41 വാക്യം സെയിം, അടുത്ത വാക്യം, നെക്സ്റ്റ് വേഴ്സ് 41. അവന്റെ വാക്ക് കൈക്കൊണ്ട് സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേര് അവരോട് ചേർന്നു. അപ്പം അന്ന് ഈ വാക്ക് സന്തോഷത്തോടെ കൈക്കൊണ്ടവർ മാത്രമാണ് സ്നാനമേറ്റത്. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ മക്കളും കുഞ്ഞുങ്ങളും ഒക്കെ സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷനൊക്കെ സ്ഥാനപ്പെടുത്തുന്നു. നല്ല കാര്യം, വെരി ഗുഡ്. നമ്മളത് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. 100% നമ്മൾ അത് സന്തുഷ്ടരാണ്. പക്ഷേ സ്തോത്രം, ഇതും കൂടി ഒന്ന് ചിലപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു പോവുകയാണ്, നിങ്ങളും ചിന്തിക്കുന്നുണ്ടായിരിക്കുമല്ലോ. അത് എങ്ങനെ സന്തോഷത്തോടെ കൈക്കൊണ്ട് സ്നാനമേറ്റ് പുതിയ സൃഷ്ടിയായി
പുതിയ അനുഭവത്തിൽ വേർപാടിൽ ജീവിപ്പാൻ തക്കവണ്ണം ആ ഒരു പ്രതിഷ്ഠ ഉണ്ടായിരിക്കട്ടെ എന്ന് ഉണ്ടാകണം എന്ന് നാം ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതായത് ജീവിതത്തിൽ വക്രതയെക്കുറിച്ചുള്ള ഒരു പറയുമ്പം നമ്മൾ പൗലോസ് പറയുന്നൊരു കാര്യം 2 കൊരിന്ത്യർ 6:17 വായിച്ചത്. 6:16 വായിച്ച സോറി 6:16. ദേവാലയത്തിലെ വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത? നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവരുടെ ജനവുമാവുമെന്ന് ദൈവം അരുളിച്ചിരിക്കുന്നുവല്ലോ. ആമേൻ. ദൈവം അരുളിച്ചിരിക്കുന്നുവല്ലോ. ഓ ഹല്ലേലൂയ. ദേവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത? അപ്പം പുതിയ നിയമസഭയുടെ അതെ നിഴലായിട്ട് പഴയ നിയമ ഇസ്രായേലിനെ കുറിച്ച് ബിലയാമിൻ്റെ സാക്ഷ്യം നമുക്കറിയാമല്ലോ. വായിക്കണമെന്നില്ലല്ലോ. സൂസമ്മ തോമസിന് അറിയാമല്ലോ. സൂസമ്മ തോമസ് വായിക്കുന്നതിന് വായിച്ചു, എനിക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മൾ സംഖ്യാപുസ്തകം 23:9 ബിലയാം പറഞ്ഞു, ഇതാ തനിച്ചു പാർക്കുന്നവർ ജാതികളെ അപ്പോഴേ അങ്ങനെ വേണം. ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്ന തനിച്ചു പാർക്കുന്ന ഒരു ജനം. ഓ ഗ്ലോറി. അപ്പം പുതിയ നിയമസഭ ഉടലെടുത്തിരിക്കുന്നത് ഈ പഴയ നിയമ ഉപദേശപ്രകാരം തന്നെയാണ്. പിന്നെ സംഖ്യാപുസ്തകം ഇത് തന്നെ 21 വാക്യം വായിച്ച വേഴ്സ് 21. 21 യാക്കോബിൽ തിന്മ കാണുവാനില്ല, ഇസ്രായേൽ ദർശിക്കുവാനുമില്ല. അവന്റെ ദൈവമായ യഹോവ അവരോടുകൂടെ ഇരിക്കുന്നു. രാജകോലാഹലം അവരുടെ മധ്യേ ഉണ്ട്. ആമേൻ. അല്ലെ, രാജകോലാഹലം അവരുടെ മധ്യേ ഉണ്ട്. ഗ്ലോറി. സന്തോഷവും ആനന്ദവും അന്യഭാഷയും പാട്ടും നൃത്തവും ഹല്ലേലൂയ ഒക്കെ കൊണ്ട് സ്തോത്രം. അതായത് സ്തോത്രം. വക്രതയുടെ തലമുറയിൽ നിന്നും രക്ഷിക്കപ്പെടുവീനെന്ന് പറയുമ്പോൾ സ്തോത്രം നാം വില കൊടുക്കേണ്ട കാര്യമുണ്ട്. അതായത് നമ്മളിൽ വില കൊടുക്കാൻ നമ്മളിൽ ഭൂരിപക്ഷം പേരും തയ്യാറാണ്. വില നൽകാതെ ലഭിക്കുന്ന ഒരു ജീവിതക്രമമാണ് എല്ലാവർക്കും ഇഷ്ടം. എല്ലാവർക്കും ഫ്രീ ആയിട്ട് എന്തെങ്കിലും, നമുക്കൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്നതാണല്ലോ ഫുഡ് സ്റ്റാമ്പ്, പബ്ലിക് എയ്ഡ് ഫ്രീ ആയിട്ട് കിട്ടുവാണെങ്കിൽ ഓക്കെ, അവർ കൂട്ട് കൊടുക്കാനൊക്കെ റെഡിയാണ്. ദുഷ്ടനാണെങ്കിലും ഓക്കെ. സ്വതന്ത്രം. വില കൊടുക്കാൻ പറ്റുമോ? വില കൊടുക്കാൻ അതായത് വക്രതയുടെ തലമുറയിൽ രക്ഷിക്കപ്പെടുന്നവർ വില കൊടുത്തേ പറ്റുള്ളൂ. ഇപ്പം പത്രോസ് എഴുതിയല്ലോ, നമ്മൾ പ്രമാണങ്ങൾക്ക് വേണ്ടി നിൽക്കുമ്പോൾ നമ്മളെ കുറ്റം പറയുന്നവരുണ്ടെന്നേ. നമ്മുടെ വീട്ടുകാർ തന്നെ കുറ്റം പറയുമെന്നേ. ചിലപ്പോൾ ഭാര്യ ഭർത്താവിനെ കുറ്റം പറയും, ചില ഭർത്താവ് ഭാര്യയെ കുറ്റം പറയും. നീ ഇത്ര പ്രാർത്ഥിക്കുന്നതിനാ, നീ എന്തിനാ എപ്പോഴും പ്രേരണയും ഗോഷസഭയിൽ കയറി പ്രാർത്ഥിക്കുന്നത്? 2 ഇഡ്ഡലി ഉണ്ടാക്ക്, ഇതായിരിക്കും ഭർത്താവ് പറയുന്നത്. പ്രൈസ് ഗോഡ്. സ്തോത്രം. അപ്പം വില നൽകാതെ പറ്റത്തില്ല. വില കൊടുത്തേ പറ്റുള്ളൂ, സാക്രിഫൈസ് ചെയ്തേ പറ്റുള്ളൂ. വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിന് വേണ്ടി നമ്മൾ വില നൽകണം. സ്തോത്രം. സ്വയം താഴ്ത്തുകയും, ഇപ്പം ഞാൻ പറഞ്ഞു ക്രൂശ് എടുക്കാൻ നമ്മുടെ കുട്ടികളൊക്കെ സ്ഥാനപ്പെടുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ ക്രൂശ് എടുക്കാൻ അവർക്ക് ബോധ്യമുണ്ടാകട്ടെ. എനിക്കതേ പറയാൻ പറ്റുള്ളൂ. കൊച്ചുകുട്ടികളല്ലേ ആണല്ലോ. ക്രൂശ് എടുത്ത് അവനെ അനുഗമിക്കുമ്പോൾ അതിൻ്റെ വിലയുണ്ട്. ആ വില നൽകാൻ ഒട്ടുമിക്കവർക്കും മടിയാണ്. ഹല്ലേലൂയ. സ്തോത്രം ആണല്ലേ. സ്തോത്രം. അപ്പം അതെ, നമുക്കങ്ങനെ ചില കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ആ സമയം നോക്കുമായിരുന്നു. സ്തോത്രം. അപ്പം ഉപദേശത്തിൽ വക്രതയുണ്ട്, അല്ലെങ്കിൽ മാർഗഭ്രംശമുണ്ട്. ഞാൻ സ്ലോയിൽ പോകുന്നത് നിങ്ങളുടെ ഹൃദയത്തിലോട്ട് ചതിപ്പതിക്കുമ്പോൾ എനിക്ക് സ്പീഡിൽ പോയാൽ വല്ലതും മനസ്സിലാവും.
പിന്നെ വേറൊരു കാര്യമുണ്ട്. പണ്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഇപ്പോൾ ഞാൻ പ്രായമായതുകൊണ്ടായിരിക്കും. ഞാൻ എവിടെയാണ് എന്താണെന്നൊന്നും പറയുന്നില്ല. ചില പ്രസംഗങ്ങൾ കേൾക്കും. സ്പീഡിൽ പോയി കഴിഞ്ഞാൽ എന്തോ എനിക്കങ്ങോട്ട് ഉൾക്കൊള്ളാൻ നിങ്ങളുടെ കാര്യം എനിക്കറിയത്തില്ല, എൻ്റെ കാര്യം ഞാൻ പറയുന്നത്. അപ്പം പ്രായത്തിൻ്റെ ഓക്കെ. അതുകൊണ്ട് ഞാൻ സ്ലോയിൽ പോകുന്നത് ഇപ്പോഴും നിങ്ങൾ ഹൃദയത്തിലോട്ട് പതിക്കാൻ വേണ്ടിയാണ്. അല്ലാതെ ബോസ്റ്റൺ സഭയിൽ വന്ന് എൻ്റെ ഡ്യൂട്ടി നിർവഹിച്ചിട്ട് ഞാൻ ഇറങ്ങിപ്പോയി അതല്ല പരേഡ് നടത്തിക്കൊണ്ട് പോകുന്ന പരിപാടി അല്ലല്ലോ. ഇത് ദൈവമായിട്ടുള്ള ഇടപാടാണ്. 2 തിമോത്തിയോസ് 4:1 വായിച്ചേ. 2 തിമോത്തിയോസ് 4:1 വായിച്ചേ. 2 തിമോത്തിയോസ് 4:1. ഞാൻ ദൈവത്തെയും ജീവൻക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തുയേശുവിനെയും സാക്ഷി വെച്ച് അവന്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നത്. ഏതാ വായിച്ചത്? 2 തിമോത്തിയോസ് 4:1. അവിടെ ഒരു വാക്യം ഉണ്ടായിരുന്നല്ലോ, വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശത്തെയും. അതേതായിരുന്നു? ഞാൻ പറഞ്ഞ തെറ്റിപ്പോയോ? 2 തിമോത്തിയോസ്. ഓക്കെ. ആരെങ്കിലും പണ്ടെങ്കിൽ ഇത് 4:3 വായിച്ചേ. 4:3. സത്യോപദേശം പൊറുക്കാതെ കർമ്മരസമാകുമാറ് സ്വന്തം മോഹങ്ങൾ കൊത്തവണ്ണം ഉപദേഷ്ടന്മാരെ പിരിക്കുകയും സത്യദേശം കൊടുക്കാതെ കെട്ടുകഥ കേൾക്കുവാൻ തിരികെയും ചെയ്യുന്ന കാലം വരും. അപ്പം കെട്ടുകഥ കേൾക്കുന്ന കാലം വരും. സ്തോത്രം. അതെ, എനിക്ക് ചില കാര്യങ്ങൾ പറയുമ്പം നമുക്ക് തെറ്റിരിക്കുന്നത്. എൻ്റെ ഫ്രണ്ട് രായൻ സോരന് പറഞ്ഞപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയത്. ഈ അടുത്ത സമയത്ത് ഞാൻ ഏതോ ലേഖനമാണോ എന്താണോ ഞാൻ എവിടെയോ കേട്ടു. ഇന്നത്തെ ക്രിസ്ത്യൻ ബന്ധക്കോസ് സമൂഹത്തിൽ കൂടുതലും പ്രചരിപ്പിക്കുന്നത് പ്രോസ്പെരിറ്റി ഗോസ്പലാണ്. അതായത് വ്യാജ ഉപദേശം കയറിക്കൂടിയിരിക്കുകയാണ്. അതിനെ ഡിസൈൻ ചെയ്യാൻ പലർക്കും കഴിയാതെ പോകുന്നതാണോ അവർക്ക് ഇഷ്ടപ്പെടുന്നതുകൊണ്ടായിരിക്കും ചിലർ പറയുന്നത്. സമ്പൂർണ്ണ വിശുദ്ധ ജീവിതം ആഗ്രഹിക്കുന്നവർ പത്യോപദേശത്തിന് വിപരീതമായ കൂട്ടങ്ങളിൽ നിന്നും സമുദായങ്ങളിൽ നിന്നും ഒഴിഞ്ഞിരിക്കേണ്ടതാണ്. ടൈറ്റിൽ പറഞ്ഞ ഓർമ്മയിട്ടല്ലോ, വേർപാട് ഇന്നതൊരു കെട്ടുകഥയാണോ എന്നാണല്ലോ ചോദിച്ചത്. അതാണല്ലോ നമ്മുടെ ടോപ്പിക്ക്. അപ്പം വിപരീത ഉപദേശങ്ങളെ അത് ഒഴിഞ്ഞിരിക്കണം. നമ്മളിപ്പം 2 തിമോത്തി 4:3-4 വായിച്ചു. അതായത് അവർ പത്യോപദേശം പൊറുക്കാതെ തിരികെയും ചെയ്യുന്ന കാലം വരും. അപ്പം പത്യോപദേശം ആർക്കും വേണ്ട, ഫുൾ ഗോസ്പൽ പറയുന്നത് ആർക്കും വേണ്ട, വേർപാട് ജീവിതം എന്ന് പറയുന്നത് ആർക്കും വേണ്ട. ഞാൻ ചോദിക്കുന്നു, നിങ്ങളുടെ സഭകളിൽ നിന്ന് വേർപാടെന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല. വിശുദ്ധ ജീവിതം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ടോ? അവിടെ ചിലടത്ത് കാണുമായിരിക്കാം. സ്തോത്രം. അപ്പം ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെ അന്യത ഉപദേശിക്കുന്നവരെ സൂക്ഷിച്ചു കൊള്ളുവാൻ ഗലാത്യർ ലേഖനത്തിലൊക്കെ ഗലാത്യർ ഇതെന്ന് വായിക്കും. 1-ാം അധ്യായം 6-9 വരെ എന്ന് വായിച്ചു. 1-ാം അധ്യായം 6-9 വരെ. ഗലാത്യർ 1-ാം അധ്യായം 6. നിങ്ങൾ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. അത് വേറൊരു സുവിശേഷം എന്നല്ല, ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷം മറിച്ചുകളെ വഞ്ചിക്കുന്നു എന്നത്രേ. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ ഒരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഞങ്ങൾ മുൻ പറഞ്ഞതുപോലെ ഞാൻ ഇപ്പോൾ പിന്നെയും പറയുന്നു, നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷത്തിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. പൗലോസ് പറയാണ്, ഞാൻ പിന്നെയും പറയാണ്, ഞാൻ പിന്നെയും പറയുന്നു. ഓ ഗ്ലോറി! അത് തന്നെയാണ് ബോസ്റ്റൺ സഭയിലും എനിക്കും അതേ പറയാനുള്ളൂ. പിന്നെയും പറയാൻ ആഗ്രഹിക്കുന്നത് ഇത് തന്നെയാണ്. അതായത് ഒരു ചോദ്യം 3-4 മിനിറ്റേ ഉള്ളൂ. ഒരു കാര്യം ചോദിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിലെ അന്ത്യ ദിവസമാണെന്നറിഞ്ഞാൽ നിങ്ങൾ ഇന്ന് എങ്ങനെയാണ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്? ഇന്നിപ്പോൾ രാവിലെ, ഇന്ന് വൈകിട്ട് നമ്മുടെ ജീവൻ എടുക്കും എന്ന്
അന്ത്യ ദിവസമാണെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും അറിയിപ്പ് കിട്ടി. അങ്ങനെ ഒരു ചോദ്യം ഒരു ദൈവദാസനോട് ഒരാൾ ചോദിച്ചു. അപ്പം ഈ ചോദ്യം നമ്മുടെ നേരെയാണ് ഉയർന്നു വരുന്നതെങ്കിൽ നമ്മളെന്ത് പറയും? നാം രാവിലെ ഈ സംഭവം അറിയുന്നു, സന്ധ്യയാകുമ്പോൾ ജീവൻ അവസാനിക്കും. അപ്പം ചില കാര്യങ്ങൾ ക്രമീകരിക്കാൻ ചിലപ്പം പിന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രോപ്പർട്ടി ബില്ല് എഴുതാനോ ട്രസ്റ്റ് എഴുതാനോ ഒക്കെ കാണുമായിരിക്കും. ചിലത് പിന്നെ കടം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കൊടുത്തു തീർക്കേണ്ടതായിട്ട് വരും. പ്രോപ്പർട്ടി കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കേണ്ടതായിട്ട് വരും. ഏതെങ്കിലും ആടിനെ കോഴിയെ കൊന്നിട്ടുണ്ടെങ്കിൽ അത് വരെ കൊടുക്കേണ്ടതായിട്ട് വരും. ക്ഷമ ചോദിക്കേണ്ടവരോട് ക്ഷമ ചോദിച്ചിട്ടുണ്ടോ? അപ്പം ചില ബന്ധങ്ങളൊക്കെ ക്രമപ്പെടുത്തേണ്ടി വരുമല്ലോ. വിതിൻ നോ ടൈം വി ഷുഡ് ഡു ദാറ്റ്, അല്ലെങ്കിൽ സ്വർഗരാജ്യം നഷ്ടപ്പെടും. അപ്പോൾ ആ ഒരു നെട്ടോട്ടത്തിലായിരിക്കും ആണല്ലോ. അപ്പം ദൈവദാസനോട് ഈ ആൾ ചോദിച്ചു, എന്ത് ചെയ്യും? വാട്ട് യു വിൽ ഡു? ദൈവദാസനോട് ചോദിക്കുന്നു. ഓക്കെ, 1 മിനിറ്റേ ഉള്ളൂ, 2 മിനിറ്റേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇന്ന് ജീവിതത്തിലെ അവസാന ദിവസമാണെന്ന് അറിഞ്ഞാൽ പതിവ് പോലെ തന്നെ ആ ദൈവദാസൻ പറയാണ്, ഇന്നത്തെ ദിവസവും ഞാൻ ഇങ്ങനെ ചിലവഴിക്കും. സന്ധ്യയാകുമ്പം ഞാൻ നിത്യഭവനത്തിലേക്ക് പോകും. അങ്ങനെ പറയാൻ കാരണം എന്താ സൂസമ്മ തോമസ് മറുപടി പറയാൻ കാര്യം? വേഗം പറ. ഇത്രയും കിട്ടുന്ന മനസ്സിലായില്ലേ? അയ്യോ, ആർക്കെങ്കിലും പറയാനുണ്ടോ? ആ ദൈവദാസൻ റെഡിയാണെന്നെല്ലാം അതാ ചോദിച്ചത്. എന്താ ദൈവമക്കളെ മനസ്സിലാവുന്നില്ല? നോട്ട് ഫോളോയിങ് മീ. എന്താ ദുഃഖമാണ് കേട്ടോ, എനിക്ക് പ്രയാസമുള്ളത്. ജെന്യുവനായ ഒരു കാര്യം ചോദിച്ചിട്ട് നിങ്ങൾക്ക് മറുപടി പറയാൻ പറ്റുന്നില്ലെങ്കിൽ അദ്ദേഹത്തോട് ചോദിക്കുന്നു, വാട്ട് യു വിൽ ഡു? അദ്ദേഹം പറഞ്ഞു, ഐ ആം റെഡി. ഇപ്പൊ ആരാ മറുപടി പറഞ്ഞ സഹോദരിയുടെ പേരെന്തോ? ഓക്കെ ഓക്കെ, താങ്ക് യു. അതെ, എന്താണ് ദൈവമക്കളെ ഇങ്ങനൊക്കെ സ്തോത്രം. അപ്പം തൻ്റെ ജീവിതത്തിലെ ഓരോ ദിവസവും, അപ്പോൾ ഒരു കാര്യം ഓർത്തിരിക്കണം, നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസവും തൻ്റെ അന്ത്യ ദിവസമാണെന്ന് കരുതി ജീവിക്കണം. അല്ലാതെ ടൈം ഇത് നെട്ടോട്ട് അല്ല ഓടുന്നത്, കൈവിടപ്പെട്ടു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വന്നു ചേർന്ന അന്ത്യ ദിവസത്തിൽ അദ്ദേഹത്തിന് ഒരുങ്ങാനൊന്നുമില്ല. നമ്മൾ ഒരുങ്ങിയിരിക്കുകയാണെന്നേ. ബോസ സഭയിലുള്ള ദൈവമക്കളത്തിന് ഒരുങ്ങിയിരിക്കുകയാണ്. ഇപ്പം കർത്താവ് വന്ന് എടുക്കപ്പെടും എന്ന് പ്രാഗൽഭ്യമുള്ള ഒരു കൈയെടുത്ത് സ്തോത്രം ചെയ്യും. താങ്ക് യു ജീസസ്, ഐ ആം റെഡി. ഓ ഗ്ലോറി. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, സമയമായല്ലോ. അതെ, അപ്പം ഇതൊരു മുൻകരുതലാണ്. അപ്പം നമ്മൾ കേട്ട വചനത്തിന് മുമ്പിൽ പറയാനുണ്ട്, ഒരുപാട് പറയാനുണ്ട്. വേർപാട് അനുഷ്ഠിച്ചുകൊണ്ട് അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നയിക്കാം, മുന്നോട്ട് പോകാം എന്ന് പറയുന്നത് വാക്കുകൾ ചുരുക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.